നമസ്കാരം. ഇന്ന് ഒരു ഡേ ടു ഡേ കമ്മ്യൂട്ടേഷൻ, അതായത് ഒരു ഫിക്സ്ഡ് പർപ്പസ്. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക, ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരിക. മിനിമം ഒരു വൺ സൈഡ് ഒരു 25 കിലോമീറ്ററെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു CNG കാറോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് കാറിലേക്കൊക്കെ പോകാം എന്നുള്ള രീതിക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് കാറിന് നല്ല രീതിക്ക് റോഡ് ടാക്സ് നികുതികൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും അത് കൂട്ടും. കൂട്ടിയ റോഡ് ടാക്സ് ഒരിക്കലും കുറച്ച ചരിത്രമില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. CNG കാറുകൾ പൊതുവെ അണ്ടർ പവറാണ്. അത് മാത്രമല്ല, CNG പമ്പുകളുടെ ലഭ്യത റൂറൽ ഏരിയകളിലൊക്കെ വളരെ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡീസൽ കാറുകളാണ് ഏറ്റവും മികച്ചത്. ഡീസൽ കാറുകളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഡീസൽ എന്ന് പറയുന്നാൽ ഒരു എലഫൻറ്റിനെ കൂട്ടാണ്. വളരെ പതുക്കെ സ്ലോ ആയിട്ട് അതിൻ്റെ പവർ കയറി വരും. വൺസ് ടർബോ കിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ടോർക്കായിരിക്കും അത്തരം വാഹനങ്ങൾക്ക് വരുന്നത്. നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ കാറുകളുടെയൊക്കെ ടോർക്ക് ഒരു 1500 RPM മുതൽ ലഭിച്ചു തുടങ്ങും. പെട്രോൾ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുതിരേനെ പോലെയാണ്. വളരെ പെട്ടെന്ന് ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ക്യുക്കായിട്ടുള്ള ടോർക്കിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ കാറുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം എമിഷൻ നോംസ് ആണ്. എമിഷൻ നോംസ് സ്ട്രിക്റ്റ് ആകുന്നിടത്തോളം കാലം ഡീസൽ കാറുകൾ ശരിക്കും പറഞ്ഞാൽ അപ്രത്യക്ഷമാകും എന്ന് പറയാനുള്ള കാരണം, ഡീസൽ കാറുകളെ ആ എമിഷൻ നോംസിനനുസരിച്ച് മാറ്റിയെടുക്കാനായിട്ട് നല്ല കോസ്റ്റ് വേണ്ടി വരും. അങ്ങനെ അത്രയും കോസ്റ്റിൽ ഡീസൽ കാറുകൾ ഇറങ്ങുമ്പോഴത്തേക്കും ആളുകൾ ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് പോകും? ഇലക്ട്രിക് കാറിലേക്ക് പോകും. ഇപ്പോൾ ഡീസൽ കാർ എന്ന് പറയുന്നത് പ്രീമിയം ഹാച്ച് ബാക്കിൽ ഇപ്പോൾ ആൾട്രോസ് മാത്രമാണുള്ളത്. i20യും അതുപോലെ സ്വിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റിന് ഇപ്പോൾ പ്രീമിയം ഒന്നും പറയാൻ കഴിയില്ല, നമുക്കതിനെ മാറ്റി നിർത്താം. പക്ഷേ കോമ്പാക്ട് SUV കാറ്റഗറിയിൽ ഇപ്പോൾ ബ്രസയ്ക്ക് മാത്രമാണ് ഡീസൽ ഇല്ലാത്തത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിന് ഡീസലുണ്ട്, അതുമാത്രമല്ല സോണറ്റിന് ഡീസലുണ്ട്, പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെന്യൂവിന് ഡീസലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാറ്റഗറിയിൽ അത്യാവശ്യം ഡീസൽ കാറുകളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ടൊരു ഡീസൽ വാഹനത്തെ കൃത്യമായിട്ട് അറിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആ കാറുകൾ നിൽക്കും. അത് മാത്രമല്ല, നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് ഡീസൽ കാറുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പൊല്യൂഷൻ കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ വൃത്തിയായിട്ട് നമ്മളെ സ്കെഡ്യൂൾ അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ സർവീസും മെയിൻ്റനൻസും ചെയ്താൽ തീർച്ചയായിട്ടും ലഭിക്കും. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ വേണുവിനെ കുറിച്ചിട്ടാണ്. ഹ്യുണ്ടായുടെ വെന്യൂ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന മികച്ച ഒരു വാഹനമാണ്. ഇപ്പോൾ കിയയുടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനമൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ട് കിട്ടുന്ന ഒരു മൈലേജാണ്. അതായത് നമ്മളിപ്പം ഒരു ഹൈവേയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 24 കിലോമീറ്ററിനും 25 കിലോമീറ്ററിനും ഇടയ്ക്ക്, 24 കിലോമീറ്റർ നല്ല രീതിക്ക് നമ്മൾ ഒരു സ്റ്റഡി ഒരു നല്ലൊരു ഹൈവേയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും, മൈലേജ് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിലും അതല്ലെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു റോഡിലും അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ കമ്മ്യൂട്ടേഷനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ലഭിക്കും. 20 ഗ്യാരണ്ടിയാണ്. എഞ്ചിൻ വേണം മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സിറോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ പിൻ സീറ്റിലെ ആ ഒരു കംഫർട്ടാണ്. പിന്നിലേക്കും പുറകിലേക്കും റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന, സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു സീറ്റാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ കൈലാക്ക് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട്. കൈലാക്കിൻ്റെ വീൽ ബേസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയൊരു വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആ ഒരു വീൽ ബേസിനോട് തന്നെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ 2550 മില്ലിമീറ്ററാണ് സിറോസിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. വെറും 80 മില്ലിമീറ്റർ മാത്രമാണ് കൈലാക്കിന് കൂടുതൽ. പക്ഷേ ഇവിടെ നമ്മൾ വെന്യൂവിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. നല്ല വൈഡാണ് ഈ ഒരു വാഹനം, നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3995 മില്ലിമീറ്ററാണ് ലെങ്ത്ത്, 1770 മില്ലിമീറ്ററാണ് വിഡ്ത്ത്, 1617 മില്ലിമീറ്ററാണ് ഹൈറ്റ്. നമ്മൾ വീൽ ബേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 2500 മില്ലിമീറ്ററാണ്. വെറും 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്ററാണ്. 5 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഈ ഒരു വീൽ ബേസിലുള്ള രണ്ട് വാഹനവും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ട് വാഹനം എന്ന് പറഞ്ഞാൽ സിറോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 50 മില്ലിമീറ്റർ ഡിഫറൻസ് മാത്രമാണുള്ളത്. പിന്നെ ബൂട്ട് സ്പേസ് ആഡിക്വേറ്റ് ആണ്. 350 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 190 മില്ലിമീറ്ററാണ്. അപ്പോൾ 190 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് വെന്യൂവിൻ്റെ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ S+ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ്. ഒരു മികച്ച ഒരു പാക്കേജാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 12,70,000 രൂപയുടെ അടുത്ത് വരും. ഈ 12,70,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു വെന്യൂവിൻ്റെ S+ എന്ന് പറഞ്ഞൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ മൈലേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. പേഴ്സണലി ഈ ഒരു വാഹനം ഞാൻ കുറച്ച് കാലം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം യൂസ് ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡേ ടു ഡേ പർപ്പസിനൊക്കെ കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന്
23 കിലോമീറ്റർ എങ്ങനെ നോക്കിയാലും മൈലേജ് ലഭിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തിരിക്കുന്ന എഞ്ചിൻ 1493 CC CRDI എഞ്ചിനാണ്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി പവറൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 115 bhp അടുത്താണ് ഇതിൻ്റെ പവർ വരുന്നത്. അത് 4000 RPM ജനറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും 250 Nm ടോർക്ക്, അത് 1500-നും 2750 RPM ഇടയ്ക്കാണ്. പിന്നെ സസ്പെൻഷൻ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്, അതൊരു സ്റ്റിഫുമല്ല സോഫ്റ്റുമല്ല എന്നുള്ള രീതിക്കാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ. ഫ്രണ്ടിൽ മക്സ്പേഷൻ സ്റ്റഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ ട്വിസ്റ്റ് ബീമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹ്യുണ്ടായുടെ എല്ലാ കാറുകൾക്കും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു വാഹനം K1 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാർക്ക്. അത്ര വലിയൊരു നല്ല പ്ലാറ്റ്ഫോം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സേഫ്റ്റി കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ കംഫർട്ട് ലെവലാണ്. കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് വളരെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും, അത് മാത്രമല്ല NVH ലെവലൊക്കെ വളരെ വളരെ കുറവാണ്. കംഫർട്ട് ലെവലിലേക്ക് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റിംഗ് പൊസിഷനാണ്, നല്ല വിസിബിലിറ്റി ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്, ക്ലച്ച് വളരെ ലൈറ്റാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു CNG കാറിലേക്ക് പോകുന്നതിന് പകരം ഒരു 13 ലക്ഷത്തിന് താഴെ ഒരു 12.5 ലക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അടക്കം ഈ ഒരു വാഹനം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു വാഹനമാണ്. മൈലേജാണ് ഹൈലൈറ്റ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ ഒരു വേരിയൻ്റാണ് S+ ഡീസൽ, അതായത് ഡീസലിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് മോഡലാണ്. അതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ വില കൂടും. അപ്പോൾ നമുക്കതൊരു ബഡ്ജറ്റിൽ ഫിറ്റ് ആകില്ല. നമ്മുടെ ആവശ്യത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന ബഡ്ജറ്റിന് മുകളിലേക്ക് പോകും. തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം 12,70,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം അല്ലെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12.5 ലക്ഷത്തിനൊക്കെ ഈ ഒരു വാഹനം ഓൺ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു ഡീലാണ്. കാരണം മൈലേജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹൈലൈറ്റ് ആണ്. കാരണം ഒരു ഫുൾ ടാങ്കിൽ തന്നെ എങ്ങനെ നോക്കിയാലും ഈ ഒരു വാഹനം 1200 കിലോമീറ്ററിന് അപ്രോക്സിമേറ്റ്ലി തീർച്ചയായിട്ടും സഞ്ചരിക്കും. പിന്നെ 15 ഇഞ്ച് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. 195 65 R15 എന്നുള്ള രീതിക്കാണ് വീലുകൾ വരുന്നത്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നിലേക്ക് AC വെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും തീർച്ചയായിട്ടും ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഒരു ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹ്യുണ്ടായിൽ കാണുന്ന ആ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. 1.5 ക്രെറ്റയിലൊക്കെ കാണുന്ന, സെൽറ്റോസിലൊക്കെ കാണുന്ന, ഇപ്പോഴുള്ള സിറോസിലൊക്കെ കാണുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടേണിംഗ് റേഡിയസ് ആണ്. മികച്ച ഒരു ടേണിംഗ് റേഡിയസും ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പം ഹാൻഡ്ലിങ്ങും റൈഡിങ്ങും ഒക്കെ വളരെ കംഫർട്ടബിളാണ്. ഈ ഒരു മോഡലിനെ മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. S+ എന്ന് പറയുന്ന ഡീസൽ വേർഷൻ, അതായത് ഡീസലിൻ്റെ ബേസ് മോഡൽ, അതൊരു 12,50,000 രൂപ അല്ലെങ്കിൽ 12,60,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മൈലേജ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കൃത്യമായിട്ട് നല്ല രീതിക്ക് ലഭിക്കും. 20-ന് മുകളിൽ തീർച്ചയായിട്ടും ലഭിക്കും. ഹൈവേയിൽ എങ്ങനെ നോക്കിയാലും 24-ൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ലഭിക്കും. 18-ന് താഴത്തേക്ക് പോകുന്ന ഒരു പ്രശ്നമില്ല. അതായത് 18-19 തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് എങ്ങനെ ലോക്കൽ ഓട്ടത്തിൽ ഓടിയാലും കിട്ടും. നല്ല നല്ല വ്ളോഗ്സ് വേണം നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് വാല്യൂ ഫോർ മണിയാണെന്ന് തോന്നുന്ന വേരിയൻറ്റ് കണ്ടെത്തി കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കൃത്യമായ ഡിസ്കൗണ്ട് വാങ്ങിയിട്ട് നമ്മുടെ ബഡ്ജറ്റിലേക്ക് ആ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ട് മാത്രം വാങ്ങുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.